ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് വെനസ്ഡേ ആണ് April 8. ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ മെയിൻ ന്യൂസ് നോക്കാം. ഗവൺമെന്റ് മൂൾസ് ലോക്ക്ഡൌൺ എക്സ്റ്റൻഷൻ അമൈഡ് റിക്വസ്റ്റ് ഫ്രം ദ സ്റ്റേറ്റ്സ് എന്നുള്ള ന്യൂസ് ആണ്. 100% ഷുവർ ആയി കഴിഞ്ഞു എക്സ്റ്റൻഷൻ ഉണ്ടാവും. ലോക്ക്ഡൌൺ 21 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആവാൻ പോകുന്നില്ല. അത് ആദ്യമേ നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി സ്പൈക്ക് ഉണ്ടാവുന്നുണ്ട് ഈ കേസസിൽ. ഇപ്പോൾ ഇന്നലെ തന്നെ മോർ ദാൻ 500 കേസസ് ഉണ്ടായി. അപ്പൊ ഇപ്പൊ ഈ സിറ്റുവേഷനിൽ വെച്ച് ലോക്ക്ഡൌൺ പിൻവലിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്റ്റേറ്റുകളെല്ലാം അത് റിക്വസ്റ്റ് എല്ലാമല്ല മോർ ദാൻ 10 സ്റ്റേറ്റ്സ് ഇപ്പൊ അവരുടെ സ്റ്റാൻഡ് ക്ലിയർ ആയി കഴിഞ്ഞു. തെലങ്കാന CM കെ ചന്ദ്രശേഖർ റാവു അത് തന്നെ കെ ചന്ദ്രശേഖർ റാവു, KCR, മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൌഹാൻ, അശോക് ഗെഹ്ലോട്ട്, രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ, ഛത്തീസ്ഗഡ് ഇവരെല്ലാം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ കേരളമൊക്കെ അവരുടെ സ്റ്റാൻഡ് ഉടനെ തന്നെ പറയും. അപ്പൊ എന്തായാലും എക്സ്റ്റൻഷൻ ഉണ്ടാവും. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ്. പിന്നെ ഞാൻ വേറെ ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ ലിഫ്റ്റ് ബാൻ ഓൺ എക്സ്പോർട്ട് ഓഫ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയുന്ന സംഭവമാണ്. COVID-19 ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കലായ ഹൈഡ്രോക്സി ക്ലോറോക്വിന്റെ എക്സ്പോർട്ട് ബാൻ ഇന്ത്യ ഇന്നലെ എടുത്തു കളഞ്ഞത് അമേരിക്കയുടെ പ്രഷറിന്റെ ബേസിലാണെന്ന് ഗവൺമെന്റ് ക്രിറ്റിസിസം ഒക്കെ നേരിടുന്നുണ്ട്. അപ്പൊ എന്തായാലും അതൊരു വലിയ ന്യൂസാണ്. പിന്നെ സ്കൂൾ കോളേജസ് മേ റിമെയിൻ ക്ലോസ് ടിൽ May 15. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ മാർച്ച് 12-നാണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ക്ലോസ്ഡ് ആയത്. ഇപ്പൊ April 12 കഴിഞ്ഞ് May 12 കഴിഞ്ഞ് May 15 മോർ ദാൻ 2 months ആണ് നമ്മൾ ക്ലോസ് ആയി കിടക്കാൻ പോകുന്നത്. അത് ഷുവർ ആയി കഴിഞ്ഞു. ഡൽഹി ഉദ്ധരിച്ച ഒരു ന്യൂസ് ആണത്. സ്കൂൾ കോളേജസ് മേ റിമെയിൻ ക്ലോസ് ടിൽ May 15. പക്ഷെ ആരും പാനിക് ആവണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാംസ് എല്ലാം അതിനനുസരിച്ച് ഡിലേ ആവും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളിപ്പോ യൂട്യൂബ് വഴിയൊക്കെ ക്ലാസ്സസ് തരുന്നുണ്ട്. ഇനി അത് കൂടുതലായിട്ട് തരാൻ നോക്കാം. പിന്നീട് വേറൊരു കാര്യം, ഞാൻ നല്ല വേൾഡ് 20th സെഞ്ചുറി കണ്ട ഏറ്റവും വലിയ ഇൻവെസ്റ്റർ എന്നറിയപ്പെടുന്ന വാറൻ ബുഫറ്റിന്റെ കുറെ സ്പീച്ചുകളൊക്കെ ഇന്നലെ ഞാൻ യൂട്യൂബിലെടുത്ത് കണ്ടു. അതൊക്കെയാണല്ലോ നമുക്കിപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ വാറൻ ബുഫറ്റിന്റെ ഓരോ സ്പീച്ചിലും അദ്ദേഹം സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഡെയിലി അദ്ദേഹം 4 to 5 hours റീഡ് ചെയ്യുമെന്നാണ്. ഇപ്പൊ അദ്ദേഹത്തിന് 90ഓളം വയസ്സിനടുപ്പിച്ചായി. അപ്പം ഇപ്പോഴും അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സക്സസ് ടിപ്പായിട്ട് പറയുന്നത് ഡെയിലി 4 to 5 hours യു ഷുഡ് റീഡ് എന്നാണ്. അപ്പം അത് നിങ്ങളും മസ്റ്റായിട്ട് പാലിക്കുക. റീഡിംഗ് വഴിയാണ് നമ്മളുടെ നോളജ് എക്സ്പാൻഡ് ആവുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ഒക്കെ വന്നിരുന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നത്. ഞാൻ പണ്ട് വായിച്ച റീഡിങ്ങിന്റെ ഗുണമാണ് എനിക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയത്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതാണ് ഏറ്റവും പ്രധാനം. ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ആരും ഡിമോറലൈസ്ഡ് ആയിട്ട് വീട്ടിലിരിക്കാതെ ഞങ്ങളുടെ മുന്നിൽ വലിയൊരു സോഴ്സ് ഉണ്ട്, ഡിജിറ്റൽ സോഴ്സ്. അതിൽ കുറെയൊക്കെ ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി നിങ്ങൾ നന്നായിട്ട് റീഡ് ചെയ്യുക, പഠിക്കുക. അപ്പം എക്സാം വരാനൊക്കെ ഒത്തിരി ഡിലേ ആവും. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും തറവായി അത് കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. അപ്പം എന്തായാലും May 15 വരെയെങ്കിലും നോക്കണ്ട. പിന്നെ മെഹബൂബ ലീവ്സ് ജയിൽ എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. മെഹബൂബ എല്ലാവർക്കും അറിയാം, കാശ്മീരിന്റെ ഫോമർ ചീഫ് മിനിസ്റ്ററാണ്. അവര് ഹൗസ് അറസ്റ്റ് നിന്ന് പുറത്തിറക്കി. പിന്നെ അത്രയൊക്കെയാണ് ഫ്രണ്ട് നമുക്ക് നോക്കാനുള്ള ന്യൂസ് ഫ്രണ്ട് പേജിൽ. ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ സുനിൽ ഛേത്രിയുടെ ഒരു ഫോട്ടോ കാണാം. ഇന്ത്യയുടെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ് സുനിൽ ഛേത്രി. പിന്നീട് വേൾഡ് ടീം ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് അത് ITTF ആണ് നടത്തുന്നത്. ITTF ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ അവർ നടത്തുന്ന വേൾഡ് ടീം ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ഒക്ടോബറിലേക്ക് മാറ്റി എന്നൊരു ന്യൂസും ഉണ്ട്. അത് ITTF-ന് അറിഞ്ഞിരിക്കണം, ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ. ലാലിഗയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ലാലിഗ സ്പെയിനിന്റെ ഫുട്ബോൾ ലീഗാണ് ലാലിഗ. അപ്പൊ അവരെയൊക്കെ കുറിച്ചുള്ള ന്യൂസുകളുണ്ട്. പിന്നെ മൈക്കൽ ഫെൽപ്സിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. മൈക്കൽ ഫെൽപ്സിനെ കുറിച്ചല്ല, അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ്. മൈക്കൽ ഫെൽപ്സ് ഒളിമ്പിക്സിലെ ഏറ്റവും വലിയ മെഡൽ വേട്ടക്കാരൻ, USA-കാരനായ സ്വിമ്മർ. ഏറ്റവും കൂടുതൽ മെഡൽ ഒളിമ്പിക്സിൽ നിന്ന് നേടിയ താരമാണ് മൈക്കൽ ഫെൽപ്സ്. അതേ നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ബിസിനസ് പേജാണ്, 13th പേജാണ്. അവിടെ ടോട്ടൽ ഇൻവെസ്റ്റ് ₹3,707 crore ഇൻ അദാനി ജോയിന്റ് വെഞ്ചർ എന്നൊരു ന്യൂസ് കാണാം. സംഭവം നടന്നത് ടോട്ടൽ എന്താണെന്ന് അറിയിക്കണം. ടോട്ടൽ എന്ന് പറയുന്നത് ഫ്രാൻസ് ബേസ്ഡ് ആയിട്ടുള്ള വേൾഡിൽ തന്നെ ഏറ്റവും വലിയൊരു എനർജി കമ്പനിയാണ്. നമ്മളുടെ അരാംകോ എന്നൊക്കെ പറയുന്നത് പോലെ അറ്റ്നോക്ക് എന്ന് പറയുന്ന അരാംകോ സൗദി കമ്പനിയാണ്. അറ്റ്നോക്ക് ADNOC, അറ്റ്നോക്ക് ദുബായ് ബേസ്ഡ്, UAE ബേസ്ഡ് ആണ്. റോസ്നെഫ്റ്റ് റഷ്യയുടെ കമ്പനിയാണ്. അതുപോലെ ഫ്രാൻസിന്റെ കമ്പനിയാണ് ടോട്ടൽ. അവര് അദാനിയുടെ
ഗ്രീൻ എനർജി ലിമിറ്റഡ്, അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിൽ 3,707 crore ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ ഇന്നലെ ഇന്ത്യയുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വലിയ ഉയരങ്ങൾ കീഴടക്കി. ഈ വൈറസ് കേസസ് എല്ലാം പീക്ക് ചെയ്യാണ്. ഇനി അങ്ങോട്ട് വൈറസ് കേസസ് കുറയും എന്നുള്ള പ്രതീക്ഷയിൽ ഗ്ലോബലി ഉള്ളൊരു ഉയർച്ചയുണ്ട് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ. അതാണ് അതിന്റെ കാരണം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ്, സെൻസെക്സ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ്, നിഫ്റ്റി. പിന്നെ SBI കട്ട്സ് MCLR by 35 BPS എന്നൊരു ന്യൂസ് ഉണ്ട്. MCLR അറിയാലോ, മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിംഗ് റേറ്റ്. ബാങ്കുകൾ ഉപയോഗിക്കുന്ന ഒരു അവരുടെ ബെഞ്ച് മാർക്ക് ലെൻഡിംഗ് റേറ്റ് ആണ് MCLR. മാർജിനൽ അവരുടെ മുമ്പാണെങ്കിൽ അവർക്ക് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു, MCLR മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ RBIക്കൊക്കെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കൊക്കെ MCLR അല്ലാതെ അവർ റിപ്പോ റേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, രണ്ടെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. MCLR എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിംഗ് റേറ്റ്. പിന്നെ RBI ഈസസ് ഓവർ ഡ്രാഫ്റ്റ് റൂൾ ഫോർ സ്റ്റേറ്റ്സ് എന്നൊരു ന്യൂസ് കാണാം. RBI ഈസസ് ഓവർ ഡ്രാഫ്റ്റ് റൂൾസ് ഫോർ സ്റ്റേറ്റ്സ്. അതെന്താണെന്ന് വെച്ചാൽ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്കെല്ലാം RBI കൊടുക്കും. 14 days ആയിരുന്നു ഓവർ ഡ്രാഫ്റ്റ് തിരിച്ചടയ്ക്കാനുള്ള പീരീഡ് മുമ്പ്. അത് 21 days ആയിട്ട് ഇൻക്രീസ് ചെയ്തു. In order to provide greater flexibility to the state governments to tide over their cash flow mismatches due to the lockdown, the Reserve Bank of India has decided to increase the number of days for which a state or a union territory can be in overdraft continuously to 21 working days from the current stipulation of 14 working days. പിന്നീട് ICRA എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ക്രിസിൽ ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആണെങ്കിൽ ICRA അതുപോലെ വേറൊരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. അവർ പറഞ്ഞ ഇന്ത്യയുടെ GDP ഈ വർഷം വെറും 2% ഗ്രോ ചെയ്യുള്ളതാണ് ഡ്യൂ ടു ദിസ് കോവിഡ് ഇമ്പാക്ട്. പിന്നെ ഹിന്ദുജ ബ്രദേഴ്സ്, അശോക് ലേലന്റെ ഓണേഴ്സായ ഹിന്ദുജ ബ്രദേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഡസ്ഇൻഡ് ബാങ്കിനെ കുറിച്ചൊരു ന്യൂസോ. അത് നമ്മൾ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ബ്രിട്ടീഷ് PM മൂവ് ടു ഇന്റൻസീവ് കെയർ. ബ്രിട്ടീഷ് PM ബോറിസ് ജോൺസൺ വൈറസ് ഇൻഫെക്റ്റഡ് ആണ് എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. പിന്നീട് അതുപോലെ US ഡെത്ത് ടോൾ 11,000 ക്രോസ് ചെയ്യുന്നൊരു ന്യൂസും ഉണ്ട്. അതൊക്കെ വളരെ വിഷമം പിടിപ്പിക്കുന്ന ന്യൂസുകളാണ്. സ്പെയിനിൽ 743 സിംഗിൾ ഡേ ടോൾ, ഒറ്റ ദിവസം കൊണ്ട് 743 പേര് സ്പെയിനിൽ മരിച്ചു. UK-യിലും അതുപോലെ സിറ്റുവേഷൻ സമാനമാണ്. അതുപോലെ ശ്രീലങ്ക ലോക്ക്ഡൌൺ മോഡിലേക്കാണ് പോയിരിക്കുന്നത്. ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്റർ മഹിന്ദ രാജപക്സ ഇന്ത്യയെ താങ്ക് ചെയ്തിരിക്കുന്നു ഫോർ ദ ടൈംലി സപ്ലൈ ഓഫ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് മെഡിസിൻസ് ടു ശ്രീലങ്ക. 10 ടൺ മെഡിസിൻസും ഒക്കെ ഇന്ത്യയുടെ ഒരു പ്ലെയിനിൽ അവിടെ എത്തിച്ചു. മഹിന്ദ രാജപക്സ ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്റർ, ഗോതബായ രാജപക്സയാണ് പ്രസിഡന്റ് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നീട് ഇത്രയും മാത്രമാണ് വേൾഡ് പേജിലുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജ് 11th പേജിലേക്ക് പോകുമ്പോൾ തിഹാർ ജയിൽ ഇൻമേറ്റ്സ് ഫുഡ് ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കുന്നതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജയിലാണ് ഡൽഹിയിലെ തിഹാർ ജയിൽ. തിഹാർ ജയിൽ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കുക, ഡൽഹിയിൽ. പിന്നെ വാട്സ്ആപ്പ് പുട്ട് സ്ട്രിക്ട് ലിമിറ്റ്സ് ഓൺ ഫോർവേഡ്സ്. അതായത് മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി വാട്സ്ആപ്പ് ഈ COVID-19 വേളയിൽ ഫോർവേഡ് മെസ്സേജ് അയക്കുന്നതിനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാൻ പോയെന്നൊരു ന്യൂസ് ഉണ്ട്. അഭിജിത് ബാനർജിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അഭിജിത് ബാനർജി ഇപ്രാവശ്യം നോബൽ പ്രൈസ് എക്കണോമിക്സിന് കിട്ടിയ ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആണ് അഭിജിത് ബാനർജി, എല്ലാവർക്കും അറിയാം. പിന്നീട് ഞാൻ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേര് പറയാം. അതൊക്കെ എവിടേക്കാണെന്ന് പഠിച്ചിരിക്കണം. സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി, സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി ഹൈദരാബാദാണ്. സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി CSIR-ന്റെ സംഭവമാണത്. CSIR അറിയാനുള്ള കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, അവരുടെ അണ്ടറിലാണ് സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി ഹൈദരാബാദ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജി ഡൽഹിയിലാണ്. പിന്നീട് CSIR-ന്റെ ഡയറക്ടർ ശേഖർ സി മാണ്ഡെ MANDE. പിന്നീട് അപ്പൊ അത്രയാണ് ആ പേജിലുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് 8th പേജിലാണ്. 8th പേജില് അമിത് ലോക്ക്ഡൌൺ ഇൻ റഷ്യ, ഗഗൻയാൻ ട്രെയിൻ ഈസ് ഹെൽത്തി എന്നൊരു ന്യൂസ് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഗഗൻയാനൊക്കെ ഇനിയിപ്പോ പോസ്റ്റ്പോൺ ചെയ്യപ്പെടും. ഇപ്പൊ പറഞ്ഞ ഡേറ്റിൽ നിന്ന് ഗഗൻയാൻ നടക്കുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് സ്പേസ് മിഷനാണ്, മാൻഡ് സ്പേസ് മിഷനാണ്. ഫസ്റ്റ് മാൻഡ് സ്പേസ് മിഷൻ ബൈ
ഇന്ത്യയാണ് ഗഗൻയാൻ. ISRO ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. ഈ ഗഗൻയാന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ 4 സ്പേസ് ട്രാവലേഴ്സ് ആകേണ്ട ആൾക്കാർ എയർഫോഴ്സിൽ പൈലറ്റ്മാരാണ് റഷ്യയിൽ സെൻഡ് ചെയ്ത് അവിടുത്തെ യൂറി ഗഗാറിൻ സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിന്നീട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ആ ന്യൂസ്. അല്ലല്ല, ട്രെയിനിങ് കംപ്ലീറ്റ്ലി കണ്ടിന്യൂ ഒന്നും ചെയ്യുന്നില്ല അവരെല്ലാം, പക്ഷെ അവർ ഹെൽത്തി ആണെന്നാണ് ന്യൂസ്. പിന്നീട് അതിനടുത്ത പേജിൽ പോകുമ്പോ 9th പേജിൽ ഏഷ്യയിലെ ലാർജസ്റ്റ് സ്ലമ്മിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഏഷ്യയിലെ ലാർജസ്റ്റ് സ്ലമ്മാണ് ധാരാവിയിലെ COVID-19 കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വലിയ പ്രശ്നമാണ്. കാരണം സ്ലമ്മിലേക്ക് വന്നാൽ പെട്ടെന്ന് പടർന്നു പിടിക്കും. ധാരാവി, DHARAVI. പിന്നെ UN സ്പെഷ്യൽ സെഷൻ നാളെ തൊട്ട് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യും. എന്തിനാണ് COVID-19 പ്രോബ്ലം വന്നതിന് ശേഷം ഒരു സ്പെഷ്യൽ സെഷൻ പോലും UN വിളിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. G20 പോലുള്ള മറ്റ് കൺട്രീസ്, സാർക്ക് കൺട്രീസ് ഒക്കെ സെഷൻസ് വിളിച്ചു കഴിഞ്ഞു. പക്ഷെ ഇതുവരെയും വേൾഡിലെ ഏറ്റവും വലിയ എല്ലാ രാജ്യങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന ബോഡി UN ഒരു സെഷൻ വന്നില്ല. പക്ഷെ മോസ്റ്റ് ലൈക്ലി UN സ്പെഷ്യൽ സെഷൻ ഓൺ COVID-19 വിൽ ടേക്ക് പ്ലേസ് ടുമോറോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു ന്യൂസാണ്. അത് നമ്മൾ അതിനടുത്ത പേജിൽ പോകുമ്പോൾ എഡിറ്റോറിയൽ പേജിൽ പ്രിപ്പയറിംഗ് ഫോർ എക്സിറ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്ന ഹെഡിങ് കാണുമ്പോൾ തന്നെ നമ്മുടെ April 14, അതായത് അടുത്ത ബുധനാഴ്ചയാണ് തീരേണ്ടത്, പക്ഷെ തീരത്തില്ല. അപ്പൊ അത് എന്തായാലും പ്രിപ്പയറിംഗ് ഫോർ എക്സിറ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ അതിനെ കുറിച്ചാണ്. അത് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. അത് ജനങ്ങള് കുറെ സജഷൻസ് ഒക്കെയാണ്. സാങ്ഷൻസ് ആൻഡ് പാൻഡമിക് എന്ന് പറഞ്ഞ എഡിറ്റോറിയലുണ്ട്. സാങ്ഷൻസ് ആൻഡ് പാൻഡമിക് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഇറാൻ എന്ന് പറഞ്ഞ കൺട്രിക്ക് മുകളിൽ ഒരുപാട് സാങ്ഷൻസ്, ഒരുപാട് ഉപരോധങ്ങൾ USA ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പല റീസൺസും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇറാൻ നട്ടം തിരിയാണ് ഈ COVID-19 പ്രോബ്ലം മൂലം. അവിടെ 3000-ലധികം പേര് മരിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, 4000-ഓട് അടുക്കുന്ന മരണങ്ങൾ, 62,000-ന് മുകളിൽ ഇൻഫെക്ഷൻസ്. പക്ഷെ സ്റ്റിൽ US is not ready to withdraw those sanctions and it is very badly affecting Islamic Republic of Iran. അപ്പൊ ഈ പാൻഡമിക്കിന്റെ വേളയിൽ US അത് വിത്ഡ്രോ ചെയ്യാത്തത് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിൽ പോലും USന് യാതൊരു റിഗാർഡുമില്ല, അട്ടർ ഡിസ്റിഗാർഡ് ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണെന്നാണ് ഈ എഡിറ്റോറിയൽ. ശരിയുമാണ്. അപ്പൊ ഇത്രയാണ് ഈ പേജിൽ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മള് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെ ഈ പ്രശ്നം, പിന്നീട് COVID-19 എങ്ങനെ അവർ ഫേസ് ചെയ്യുന്നതൊക്കെ ഉള്ളതാണ്. അത് സൗത്ത് ഇന്ത്യൻ പേജാണ്, 5th പേജ്. പിന്നെ MD-LAT സ്കീമിനെ കുറിച്ച്. MD-LAT സ്കീം 2 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. ഞാൻ ഇന്നലെ പറഞ്ഞു. MD-LAT മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം. മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം വഴി 5 crore rupees പെർ ഇയർ ഇന്ത്യയിലെ MP-മാർക്ക് കൊടുക്കുമായിരുന്നു. ലോക്സഭ, രാജ്യസഭ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ MP-മാർക്കും. അത് 2 yearsലേക്ക് കൊടുക്കൂല എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. ആൻഡ് ദാറ്റ് വിൽ ഗോ ടു കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ. ഇതിലേതോ ഒരു ഫണ്ടിലേക്കാണ് പോകുന്നത്, അല്ലാതെ PM കെയറിലേക്കല്ല. എനിക്ക് തോന്നുന്നു കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. നാളെ ഞാൻ വ്യക്തമായിട്ട് പറയാം. അപ്പൊ എന്തായാലും അത് മറ്റൊരു ന്യൂസാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നമുക്ക് വായിക്കാനുള്ള കാര്യങ്ങൾ. പിന്നീട് നമുക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് എക്സസൈസിനുള്ളത് ഇന്ത്യ ലിഫ്റ്റ്സ് ബാൻ ഓൺ എക്സ്പോർട്ട് ഓഫ് ഹൈഡ്രോക്സിക്ലോറോക്യൂൻ. ഫസ്റ്റ് പേജിലെ ന്യൂസ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് പേജിൽ പോകുമ്പോൾ അവിടെ നമുക്കൊന്നും തന്നെ ഇല്ല. അത് കഴിഞ്ഞ് 13th പേജിൽ ഈ ന്യൂസ് ഒന്ന് വായിച്ചോളൂ. എക്കോണമി ടു കോൺട്രാക്ട് 4.5% in 4th quarter says ICRA. അത് വായിക്കുക. എക്കോണമി ടു കോൺട്രാക്ട് 4.7% in 4th quarter says ICRA. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ അവിടെ ഒന്നുമില്ല. പിന്നെ നമ്മള് നേരെ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുക. 6th പേജ് പ്രിപ്പയറിംഗ് ഫോർ എക്സിറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് എഡിറ്റോറിയൽ. സാങ്ഷൻസ് ആൻഡ് പാൻഡമിക് എന്ന് പറയുന്ന സെക്കൻഡ് എഡിറ്റോറിയൽ. പിന്നീട് അതേ പേജിൽ തന്നെ എ സ്ക്രിപ്റ്റ് ഓഫ് ആക്ഷൻ, റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്പാഷൻ എന്ന് പറയുന്ന അശോക് ഗെഹ്ലോട്ട്, രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ, എഴുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. സ്ക്രിപ്റ്റ് ഓഫ് ആക്ഷൻ, റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്പാഷൻ. അത് വായിക്കുക. ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജ് 7th പേജിൽ എ ഡിഫറെന്റ് എക്കണോമിക് അപ്രോച്ച് എന്നുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതും വായിക്കുക. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് എക്സസൈസും. താങ്ക് യു.